നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾ ഇനി പോലീസ് സേവനം നിങ്ങൾക്കുണ്ടാകും എന്ന് നിങ്ങൾ കരുതണ്ട. പോലീസിൻ്റെ സേവനം മുഴുവനും പ്രമുഖ വ്യക്തികൾക്കായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, മാറ്റിക്കഴിഞ്ഞു. സാധാരണ ജനങ്ങൾ ഇനി പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങളും പരാതികളും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് കേൾക്കാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പരാതികൾ വാങ്ങി വയ്ക്കാൻ ഒന്നോ രണ്ടോ പോലീസുകാരുടെ ഉണ്ടാവും. ബാക്കി പോലീസുകാരൊന്നും സ്റ്റേഷനിൽ ഉണ്ടാകില്ല. അതിന് പ്രാദേശികമായ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തമ്മിൽ കിടന്ന് അടിച്ച് തകർത്ത് തീർത്തോ എന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പ്രാദേശികമായ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരില്ലാത്ത അവസ്ഥ വരുന്നു. കാരണം ഈ പോലീസുകാരെ മുഴുവൻ പ്രമുഖ വ്യക്തികളെ, പ്രധാനമായിട്ടും VVIPകൾക്ക് സുരക്ഷ ഒരുക്കാനായിട്ട് വിട്ടുകഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഉത്തരവുകളും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ രാജ എഴുന്നള്ളത്തിന് 2000-ലധികം പോലീസുകാരാണ് സംരക്ഷണം നൽകുന്നത്. യാത്രയിലുടനീളം പോരാത്തതിന് അതാത് സ്ഥലങ്ങളിൽ ഈ രാജസദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിൽ രാജസദസ്സ് നടക്കുന്ന സ്ഥലത്തിൻ്റെ സംരക്ഷണം, അത് കഴിഞ്ഞ് രാജസദസ്സ് നടക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പോലീസ് അവിടെ എത്തുന്നു. പോലീസ് സ്ഥലം പരിശോധിക്കുന്നു, സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നു, അവിടെ പോലീസ് വലയത്തിലാകുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ. അപ്പോൾ അവിടെ കൂടുതൽ പോലീസുകാർ വേണ്ടി വരുന്നു. അങ്ങനെ ഈ രാജ എഴുന്നള്ളത്തിന് 2000-ലധികം പോലീസുകാരുടെ സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ അവരുടെ സേവനമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്, നടക്കുന്നത് എന്നാണ് ഏകദേശ കണക്കുകൾ നിന്നും മനസ്സിലാക്കുന്നത്. അതൊന്ന്. 2, ഇപ്പോൾ ഇതാ ഗവർണർക്കും സുരക്ഷ കൂടുതൽ കൊടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. DGP തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസുകാരെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കാനും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതിലേക്ക് നിയമിക്കാനും ACP ഉൾപ്പെടെയുള്ള കൂടുതൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഗവർണറുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. പൈലറ്റ് വാഹനത്തിന്റെ എണ്ണം വരെ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പോലീസ് വാഹനങ്ങളുടെ എണ്ണവും ഈ സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെയും കൂടുതൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും അധികം പോലീസുകാർ ഗവർണർക്ക് സംരക്ഷണം ഒരുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു ദൈനംദിനം. ഇനി എന്തിന് ഈ ഗവർണർക്ക് സംരക്ഷണം കൂടുതൽ ഒരുക്കും എന്ന് പറഞ്ഞ DGPക്ക് പോലും രക്ഷയില്ലാതായിരിക്കുന്നു. DGPയുടെ വീട്ടിൽ ഇന്ന് പ്രക്ഷോഭകർ ഇടിച്ചു കയറി, അവർ ഗേറ്റ് തുറന്ന് വീട്ടിന്റെ മുമ്പിൽ മുറ്റത്തിരുന്ന് പ്രതിഷേധം നടത്തി. ആലോചിച്ച് നോക്കുക, കേരളത്തിലെ DGPയുടെ. ഇനി DGPയുടെ സംരക്ഷണത്തിനും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും. അവർക്ക് കൂടുതൽ എസ്കോർട്ടും അതുപോലെ മറ്റ് പോലീസ് സന്നാഹവും DGPക്കും ഉണ്ടാകും. DGP പുറത്തിറങ്ങുന്നെങ്കിലും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്ന ആയിരിക്കാം സാധ്യത. പിന്നെ മന്ത്രിമാർക്ക് സ്വാഭാവികമായിട്ടും മന്ത്രിമാർക്കെതിരെയും ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ പലയിടത്തും മനസ്സിലുണ്ട്. ആ മന്ത്രിമാർ പലപ്പോഴും ഈ മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മന്ത്രിമാരോടും അത്തരത്തിൽ പ്രതികരിക്കുന്ന മന്ത്രിമാരോടും ചെറിയ കലിപ്പുണ്ട്. അവിടെ ഒരുപക്ഷെ ഇനി മന്ത്രിമാർക്കെതിരെ ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും മന്ത്രിമാർക്കെതിരെയും പലയിടത്തും പ്രതിഷേധമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരുടെ വീടുകളിലേക്കും ഇനി കൂടുതൽ പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടി വരും. അത് ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം DGPയുടെ വീട്ടിൽ പോലീസിന് കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെ ഭവനങ്ങളിലും കൂടുതൽ പോലീസുകാരെ കൊടുക്കും. കാരണം ഒരു മുൻകരുതൽ എന്ന നിലയിൽ തീർച്ചയായിട്ടും മന്ത്രിമാരുടെ വീടുകളിലേക്ക് കൂടുതൽ പോലീസുകാരെ കൊടുക്കും. അപ്പോൾ പോലീസുകാർ അങ്ങോട്ട് മാറും. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഏറ്റവും പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് പോലും കൂടുതൽ പോലീസുകാരെ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് പോലീസ് വന്നത്. കാരണം ചലച്ചിത്ര അക്കാദമിക്ക് അകത്തു തന്നെ ഭിന്നത ഉണ്ടായിരിക്കുന്നു. രഞ്ജിത്തിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. രഞ്ജിത്ത് മാറില്ല, ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ മാറാം, വേറെ ഏവൻ പറഞ്ഞാലും ഞാൻ മാറില്ല എന്ന് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി രഞ്ജിത്തിനെതിരായിട്ടും ചലച്ചിത്ര അക്കാദമി ഓഫീസിനെതിരായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രഞ്ജിത്തിന്റെ വീട്ടിലേക്കും ഈ ചലച്ചിത്ര അക്കാദമി ഓഫീസ് കേന്ദ്രങ്ങളിലേക്കും കൂടുതൽ പോലീസിനെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സാധ്യമാകും. കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു കാര്യം സാധിച്ചെടുക്കാനോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംരക്ഷണം കൊടുക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനോ കേരളത്തിലെ പോലീസിന് കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രമുഖ വ്യക്തികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ചുമതലയിലേക്ക് കേരള പോലീസ് മാറുന്ന അവസ്ഥയാണ്
ഗുരുതരാവസ്ഥയാണ്. ജനങ്ങൾ, നിങ്ങൾ വെറും കഴുതകളായിട്ട് ഇങ്ങനെ നടന്നുകൊള്ളൂ, നിങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.